അസ്സലാമലൈക്കും. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പൊ ഇന്ന് റയാന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ റയാൻ ഇന്ന് നോമ്പ് പിടിക്കാന്ന് വിചാരിച്ച്. അപ്പൊ റയാൻ പുട്ടിരുന്നാണ്. ഞങ്ങക്ക് പുട്ടും ചിക്കൻ കറിയാണ് ഇടയത്തായത്തിന് കഴിക്കണം. പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട്. ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കണം. സമയം ഏകദേശം 5 മണി കഴിഞ്ഞ് 5:02 ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് റയാൻ്റെ നോമ്പായിട്ട് ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. റൈസാനുണ്ട്, റൈസാൻ്റെ വന്നുണ്ട്. റൈസാൻ ആള് ഫോണിൽ കളിക്കലാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഫോണിൽ കളിയാണ് ആള്. അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഇപ്പൊ വീഡിയോ എടുക്കണ കാരണം കരയാണ്ടിരിക്കാനായിട്ട് കൊടുത്താണ്. ഇല്ലെങ്കിൽ പിന്നെ ആള് വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ സുബൈ ബാങ്ക് കൊടുത്ത് അങ്ങനെ നേരെ വധു എടുത്ത് വന്ന് നേരെ നമസ്കരിക്കാനായിട്ട് മുസല്ല വിളിച്ചപ്പോൾ പോകും. റൈസാനും വന്നേക്കണം നമസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ റയാൻ നമസ്കരിക്കാറുള്ള മുസല്ല റൈസാനും കൊടുത്ത്. എന്നിട്ട് റയാൻ അവൻ്റെ ഉമ്മച്ചിയുടെ മുസല്ല എടുത്താണ് ഈ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. റൈസാൻ അങ്ങനെ എപ്പോഴും വന്ന് നമസ്കരിക്കാറൊന്നുമില്ല. ഇടയ്ക്ക് ഇതേപോലെ റയാൻ നമസ്കരിക്കണമെമ്പോൾ അവനൊരു ആഗ്രഹം വന്നിട്ട് അവനും വന്ന് നമസ്കരിക്കാറുണ്ട്. അപ്പോൾ റയാനും റൈസാനോട് നമസ്കരിക്കണം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചു നേരം ഇങ്ങോട്ട് ഉറങ്ങും. ഉറങ്ങിയിട്ട് നമുക്കൊരു എത്ര മണിക്ക് എഴുന്നേക്കുന്നത് ഞാൻ പറയാനുള്ള എഴുന്നേറ്റായിട്ടുള്ള വീഡിയോ ഇനി അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ. ഹലോ ക്യാമറയാണ് ക്യാമറ. സമയം എന്തായി 11:33. രാവിലെ എഴുന്നേറ്റ് വർക്കില്ലാത്ത കാരണം ഞാൻ ശരിക്കും കിടന്നുറങ്ങി. ആകെ ഒരു ഞായറാഴ്ച കിടന്നുറങ്ങാൻ പറ്റണം. ഇടയത്താഴം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കില്ല. ഞാൻ നേരെ ജിമ്മിലോട്ട് പോകും. ഇന്നിപ്പോൾ 11:30 തുടങ്ങി. ഇനിയിപ്പോൾ ഒന്ന് എഴുന്നേക്കണം. ബാക്കി എഴുന്നേറ്റിട്ടാണ് കേട്ടോ. ബൈ. അപ്പം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ എന്ന് പറയാൻ പറ്റൂല. ഇപ്പം സമയം 12:41. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എന്റെയും റയാൻ്റെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ റയാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ റയാൻ തളരും. കാരണം റയാൻ ഇപ്പൊ തന്നെ പഠിപ്പിക്കാണ്ടിരുത്തേനാണ്. കാരണം ഒരു 2:30-3 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ റയാൻ പതിയെ ആള് ഡൗൺ ആവും. അപ്പൊ അതുകൊണ്ട് റയാൻ പഠിക്കണ്ട അവിടെ ഇരുന്നു. റയാൻ പഠിക്കണേ കാണിച്ചു തരാട്ടാ. അപ്പൊ റയാൻ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. റൈസാൻ ഒരുങ്ങി വന്നിട്ടുണ്ടേ. എടപ്പോണ റൈസാനെ നീ ചെരുപ്പൊക്കെ ഇട്ട്. റൈസാൻ 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 ചെരുപ്പൊക്കെ ഇട്ട് എടപ്പോണ്. റയാൻ എക്സാമാണ്. അതാണ് പിന്നെ റയാൻ ഇരുന്ന് പഠിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ റയാൻ പഠിക്കാൻ പറ്റില്ല. റയാൻ എന്താ റൈസാന് റൈസാൻ റൈസാൻ പോണു ശരിപ്പൊക്കെ ഇട്ട്. അപ്പം എന്തായാലും ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് കൂടെയാണ്. ഒന്ന് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അതായത് വൈകിട്ടത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ബീഫ് വാങ്ങണമെന്ന് വിചാരിച്ചേക്കണ്. കിട്ടിയാൽ വാങ്ങണം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിലപ്പോൾ തീരാൻ സാധ്യതയുണ്ട്. കിട്ടിയാൽ ബീഫ് വാങ്ങണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ച് നോമ്പറൊക്കെ എന്തെങ്കിലും എന്തായാലും ചെയ്യണ്ടേ. അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് വരാം. പോ റൈസൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി ബീഫ് കറിയാണ്. അപ്പം ബീഫ് കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വൈഫ്.
ഇപ്പം ഏകദേശം സമയം 3 മണി ആവുമെന്ന് തോന്നുന്നു അല്ലേ? 3 മണിയായില്ലേ? 3 മണിയായി തോന്നുന്നു ഇപ്പം ഏകദേശം. അപ്പോൾ ഇനി ബീഫ് കറി ഉണ്ടാക്കണം. പിന്നെ അരിപ്പത്തിരി നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി സമൂസ ഉണ്ടാക്കണം, ബീഫ് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് മുട്ടക്കബാബും. എല്ലാവരും വെറൈറ്റി ആയിക്കോട്ടെ. ഇന്ന് റയാൻ നോമ്പ് പിടിച്ചല്ല ആദ്യമായിട്ട്. ഇന്ന് കുറച്ച് സ്പെഷ്യലാവട്ടെ എന്ന് വിചാരിച്ചല്ല. ചിലവർ പറയും ബീഫ് കറി വെച്ചിട്ട് ടേസ്റ്റ് ഇല്ലാന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറിയിൽ ടേസ്റ്റ് ഇരിക്കുന്നത് മസാല എല്ലാം ഇട്ടിട്ട് ഈ നമ്മൾ അതിനകത്തോട്ട് മിക്സ് ചെയ്യണ ഒരു രീതിയുണ്ട്. ഇതേപോലെ നല്ലോണം നല്ല ബലം കൊടുത്ത് തന്നെ അത് മിക്സ് ചെയ്യുക, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ബീഫ് കറിയിൽ ടേസ്റ്റ് ഇരിക്കണ ഈ മിക്സിങ്ങിലാണ്. കാരണം മസാല എല്ലായിടത്തും പിടിക്കണം. മസിൽ പിടിച്ച് തന്നെ ഇളക്കണമെന്ന് പറഞ്ഞ പോലെ നല്ലോണം മസാല പിടിക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് ബീഫ് കറി നോക്കണം. ഈ ബീഫ് കറിയുടെ റെസിപ്പി അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ബീഫ് കറി വെക്കണതിൻ്റെ റെസിപ്പി കിടപ്പുണ്ട് കേട്ടോ. അത് കറി കണ്ടോ? അത് ഷോർട്സാണ് ഇട്ടേ. ഞങ്ങൾ ഷോർട്സിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ബീഫ് കറി വെക്കാൻ പഠിക്കാം. വൈഫ് അവിടെ മുട്ടക്കബാബ് ഉണ്ടാക്കണ തിരക്കിലാണ്. വയാനിരിക്കണേണ്ട മൂപ്പലാൻ പതുക്കെ ഇതൊക്കെ നോക്കിയിരിക്കണേണ്. അപ്പോൾ ഇത് കണ്ട, ഇത് ചമ്മന്തിയാണ്. ഇതെങ്ങനെ ഇപ്പം ഉണ്ടാക്കണം? ഇത് മുട്ടയിൽ ചമ്മന്തി ഒതുങ്ങി ഇങ്ങനെ മുട്ടയിൽ ഇങ്ങനെ ചമ്മന്തി ഇങ്ങനെ കവർ ചെയ്തിട്ട് മൈദപ്പൊടിയിൽ മുക്കി പിന്നെ മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് പൊരിച്ചെടുക്കും. കേട്ടില്ലേ? അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത്. ഇത് ഉണ്ടാക്കണ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്ത് തന്നെയാണ് കേട്ടോ. മുട്ടക്കബാബ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പറയണേ, നല്ല അടിപൊളി സാധനമാണ്, കഴിച്ചു നോക്കണം. അടിപൊളി സാധനമാണ്. പല ടൈപ്പിലാണ് മുട്ടക്കബാബ് ഉണ്ടാക്കുന്നത്. 2 ടൈപ്പ് ഉണ്ടാക്കും. ഇതാണ് ഒന്നും കൂടി നമുക്കിഷ്ടം. കേട്ടില്ലേ? പലരും പല രീതിയിൽ ഉണ്ടാക്കണേ. നമുക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കണേ കേട്ടോ. നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. ആ ഒരു ചമ്മന്തിയുടെയും മുട്ടയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയാണ് തിന്നാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ ബീഫ് സമൂസയാണ്. ബീഫ് സമൂസ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സമൂസയുടെ ഷീറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് തീർന്നു പോയി. ഇപ്പം നമ്മൾ മാവ് പരത്തിയിട്ടാണ് അതിലാണ് സമൂസ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടത്. അതിബുദ്ധിയാ? എന്ത് മണ്ടത്തരൊക്കെ നോമ്പ് പിടിച്ച് റയ്യാന്റെ കിളിയൊക്കെ പോയിരിക്കണാണ്. അതിബുദ്ധിയാണെന്ന്, അടിപൊളിയാണെന്നാണ് ഉദ്ദേശിച്ചത്. തളർന്നാണ്. അപ്പൊ നമ്മുടെ സമൂസയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. സമൂസ സമൂസയുടെ ഷേപ്പ് ആരും ഒന്നും പറയണ്ട. ത്രികോണത്തിലാക്കി എടുത്തിട്ടുണ്ട്. പന്നിപ്പടക്കം പോലെ ഇരിപ്പുണ്ടല്ലേ സമൂസ ഷീറ്റില്ലാത്ത. അപ്പൊ നമ്മൾ സമൂസ പൊരിക്കാൻ പോണത്. ഇതാണ് നമ്മൾ സമൂസ പൊരിക്കുന്നത്. ഇതിലെ ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല. ടേസ്റ്റ് തിന്നു നോക്കിയിട്ട് പറയാം. അങ്ങനെ നല്ല ടേസ്റ്റാണ് ഉണ്ടാവാറ്. ടേസ്റ്റിൽ വ്യത്യാസമൊന്നും അങ്ങനെ കോംപ്രമൈസ് ഒന്നും ചെയ്യാറില്ല. സമൂസയില്ലോ? സമൂസയില്ലേ? എത്ര തിന്നെ? വായ്പുഴ പിന്നെ വായ്പുഴയിലാണ് സമൂസയിലുള്ളത്. അപ്പൊ നമ്മുടെ സമൂസയെ കൂടെ പൊരിച്ചു വെച്ചിട്ടുണ്ട്. റയാൻ എവിടെ ഇരിപ്പുണ്ട് സമൂസ പൊരിക്കണത്, മുട്ടക്കബാബ് പൊരിക്കണേ പോലെ. എങ്ങനെയുണ്ട് റയാനെ സമൂസ പൊരിക്കണേ കണ്ടിട്ട്? എന്നാണ് ഈ സമയം പോടില്ലല്ലേ. അപ്പൊ നമ്മുടെ മുട്ടക്കബാബ് പൊരിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടിപ്പുറത്ത് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ബീഫ് കറിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെയും തൊട്ടിപ്പുറത്ത് എല്ലാം നോക്കിക്കൊണ്ട് റയാൻ ഇരിപ്പുണ്ട്. എന്താണ് ബാങ്ക് കൊടുക്കാത്തതെന്നുള്ള വിഷമത്തിൽ ചെയ്യുകയാണ്. മുപ്പലാൻ പറഞ്ഞത് എന്താ അറിയോ? ഇന്നലെ നേരത്തെ ബാങ്ക് കൊടുത്ത്
ഇന്ന് സ്ഥലം മറന്നു എന്ന് പറയണം ബാങ്ക് കൊടുക്കാനായിട്ട്. അപ്പം എന്തായാലും ആള് കട്ട വെയിറ്റിങ്ങിലാണ്. നമുക്ക് നോക്കാം റയാൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോമ്പുറത്ത് ചെയ്യുമ്പോഴുള്ളത്. ഇന്നത്തെ നമ്മുടെ നോമ്പുറപ്പുള്ള സാധനങ്ങൾ മുസമ്പി, ആപ്പിള്, മാങ്ങ, തണ്ണിമത്തൻ, മുട്ട കബാബ്, പിന്നെ ബീഫ് സമൂസ, പിന്നെ അണിയറയിൽ അരിപ്പത്തിരിയും ബീഫ് കറി ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റമദാൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കണേക്കാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അകത്ത് നിന്ന് ബാങ്ക് കൊടുക്കാൻ നിൽക്കില്ല, പള്ളി ഇത്തിരി ദൂരെയാണ്. അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യാനാണ് ബാങ്ക് കൊടുക്കണം കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞാൻ നോമ്പറക്കണേന്ന്. റയാൻ്റെ സന്തോഷമൊക്കെ ഉണ്ടാ, സമാധാനം റയാനെ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം 10 മണിയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.